പാലക്കാട് രൂപത ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം ശ്രീ വിജയരാഘവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഈ സന്ദർശനത്തിൻ്റെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണോ അതോ ഒരു സൗഹൃദ സംഭാഷണം എന്നുള്ളത്? നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു സൗഹൃദ സന്ദർശനങ്ങൾ എല്ലാ ആളുകളുമായിട്ടും നമ്മുടെ സമൂഹത്തിലെ ആദരണീയ വ്യക്തിത്വങ്ങളുമായിട്ടും നമ്മൾ നടത്തേണ്ടതുണ്ട്. ജനാധിപത്യത്തിലെ ഏറ്റവും മൗലികമായ കാര്യമാണത്. എല്ലാ വിഭാഗങ്ങളുമായിട്ടുള്ള സ്നേഹ സൗഹൃദങ്ങളിൽ നിന്നാണ് ജനാധിപത്യം അതിൻ്റെ അടിത്തറ പണിതുയർത്തുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരെയും കാണുക, അവരോട്ട് ആശയവിനിമയം നടത്തുക, അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർഷക വിഷയങ്ങളിലൊക്കെ ബിഷപ്പ് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ മുൻകാലങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് അല്ല, ഇത് ആദ്യം തന്നെ കണ്ടുമുട്ടുമ്പോൾ വലിയൊരു ആവശ്യങ്ങളുടെ ഭാരം എൻ്റെ തലയിൽ വെക്കണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇത് വളരെ സൗഹൃദപൂർവമായ കൂടിച്ചേരൽ എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ കണ്ടത്. പ്രചരണങ്ങളുടെ കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന്? അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇടതുപക്ഷത്തിന് നല്ല ജനകീയ അടിത്തറ ഒരു പ്രദേശമാണ്. നമ്മൾ ഒരു പരിചയം പുതുക്കലാണ് സ്വാഭാവികമായിട്ടും ഈ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ നടത്തുന്നത്. ഈ പ്രദേശങ്ങളൊക്കെ നമുക്ക് നല്ല അറിയുന്നൊരു സ്ഥലങ്ങളാണല്ലോ. അതുകൊണ്ട് മറ്റു പ്രയാസങ്ങൾ വരുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയമാണ് പ്രധാനം. വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക, മതനിരപേക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനാവുക എന്ന ഗൗരവമേറിയ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യമാണ് ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ ആളുകളെല്ലാവരും പറയുന്നത്. അതിന് ഇടതുപക്ഷത്തിനാണ് സാധിക്കുക എന്ന വിശ്വാസം അവർ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണതയായിരിക്കും തെരഞ്ഞെടുപ്പിലെ വിധിയെത്തുക. ചൂട് വിലരാവുന്നുണ്ടോ? ചൂട് സ്വാഭാവികമായൊരു കാര്യം. ഉത്തരേന്ത്യയിലും കൂടി ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അതിനെ നമ്മൾ പഠിച്ചതാണ് ഈ ചൂടിനെ. തീർച്ചയായിട്ടും ചൂടിനെ ഗൗരവപൂർവ്വം കാണണം. പാലക്കാട് ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം ശ്രീ വിജയരാഘവൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചരണം ഇങ്ങനെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം പാലക്കാട് ബിഷപ്പ് ഹൗസിലെത്തി സന്ദർശനം നടത്തിയത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.